നാളെയാണ് വിശുദ്ധ യൂദാ തദേവുസിൻ്റെ തിരുനാൾ. വിശുദ്ധ യൂദാ തദേവുസിൻ്റെ തിരുനാൾ ആഘോഷത്തിന് തിരശ്ശീല ഉയരുകയാണ്. ആരാണ് ഈ വിശുദ്ധൻ? നമ്മിൽ ആർക്കെങ്കിലും ഈ വിശുദ്ധനെ അടുത്തറിയാമോ? ചരിത്രത്തിൻ്റെ പാതയിലൂടെ പിന്നോട്ട് പോയാൽ ചരിത്രപരമായ തെളിവുകൾ അധികമൊന്നും നമുക്ക് കണ്ടെത്തുവാൻ കഴിയുകയില്ല. നമ്മിൽ നിന്നും അത്ര അകലെയാണ് ആ വിശുദ്ധൻ. വിശുദ്ധ അപ്പസ്തോലന്മാരുടെയൊക്കെ ലോകം വളരെ വളരെ അകലെയാണ്. എന്നാൽ നമ്മൾ അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ പിന്നിൽ പ്രേരണാശക്തികളായി നിൽക്കുന്നത് അവരുടെ വ്യക്തിത്വങ്ങളാണ്. അവരിൽ നിന്നും പുറപ്പെടുന്ന പ്രഭാകിരണങ്ങൾ ഇന്നുവരെ എത്തുന്നുണ്ട്. അതാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. അനേകായിരം പ്രകാശവർഷങ്ങൾക്ക് മുമ്പ് പുറപ്പെട്ട നക്ഷത്രകിരണങ്ങൾ ഇതുവരെ ഭൂമിയുടെ ചക്രവാളങ്ങളിൽ എത്താത്തതുകൊണ്ട് ആ നക്ഷത്രങ്ങളെ നമുക്ക് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഇതുവരെ ദൃശ്യമായിട്ടുള്ള കോടാനുകോടി നക്ഷത്രങ്ങൾ അകലങ്ങളെ അണിയിക്കുന്നതാണ് വല്ലപ്പോഴുമൊക്കെ ആകാശത്തിലേക്ക് തലയുയർത്തി നോക്കുമ്പോൾ നമ്മൾ കാണുന്നത്. അവിടെ ഭൂതകാലവും ഭാവികാലവും ഒരുപോലെ സ്വയം വെളിപ്പെടുത്തുകയോ മറഞ്ഞിരിക്കുകയോ ചെയ്യുന്നു. എന്താണ് ഒരു പ്രകാശവർഷം? ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്ററാണ് പ്രകാശം സഞ്ചരിക്കുന്നത്. ഒരു മിനിറ്റിൽ എത്ര സെക്കൻഡുകളുണ്ട്? 60 സെക്കൻഡുകളല്ലേ? ഒരു മണിക്കൂറിൽ എത്ര മിനിറ്റുകൾ? 60 മിനിറ്റുകൾ. ഒരു ദിവസം എത്ര മണിക്കൂറുകൾ? 24 മണിക്കൂറുകൾ. ഒരു വർഷം എത്ര ദിവസങ്ങൾ? കണക്ക് കൂട്ടാൻ പരിശ്രമിക്കൂ. അങ്ങനെ കണക്ക് കൂട്ടി തുടങ്ങിയാൽ നമ്മൾ എങ്ങും എത്തുകയില്ല. അത്ര വിശാലമാണ് ഈ പ്രപഞ്ചം. അകലങ്ങളുടെയും സമയത്തിൻ്റെയും കണക്ക് കൂടിയാണത്. അതുപോലെ തന്നെയാണ് വിശുദ്ധരുടെ ലോകവും. അതുപോലെ തന്നെയാണ് മരിച്ച് നമ്മിൽ നിന്നും മറഞ്ഞുപോയവരുടെ ലോകവും. നമുക്ക് എത്രയും ഹൃദയ അടുപ്പമുള്ള നമ്മുടെ കർത്താവ് മിശിഹായും അവിടുത്തെ ശിഷ്യന്മാരും വിദൂര നക്ഷത്രങ്ങൾ പോലെ ചരിത്രത്തിൽ വളരെ വളരെ അകലെയാണ്. എന്നാൽ അവരുടെ പ്രഭാകിരണങ്ങളാണ് വചനമായി സുവിശേഷമായി ആയിരക്കണക്കിന് വർഷങ്ങൾ സഞ്ചരിച്ച് ഇന്ന് നമ്മെ തലോടുന്നത്, നമ്മിൽ സാന്നിധ്യാനുഭവം സൃഷ്ടിക്കുന്നത്. കർത്താവ് നമുക്ക് തൊട്ടടുത്താണ് ഇരിക്കുന്നതെന്ന അനുഭവം നമുക്കുണ്ട്. വിശുദ്ധ യൂദാ തദേവുസിനെ തേടി ചരിത്രത്തിൻ്റെ പാതയിലോട്ട് പിന്നോട്ട് പോയാൽ നമ്മൾ എത്തിച്ചേരുന്നത് കർത്താവിൻ്റെ അടുത്തേക്ക് തന്നെയാണ്. അവിടുത്തെ 12 ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു യൂദാ തദേവുസ്. അതിനു മുമ്പ് തന്നെ കർത്താവുമായി അടുപ്പത്തിലായിരുന്നു ആ വിശുദ്ധൻ. ഈശോയുടെ അമ്മയുടെ സഹോദരി പുത്രന്മാരിൽ ഒരുവനായിരുന്നു യൂദാ എന്ന് കരുതപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സഹോദരനായിരുന്നു അക്കൂട്ടത്തിൽ തീഷ്ണമതി എന്ന് വിളിക്കപ്പെട്ടിരുന്ന ശിമയോൻ, സീലട്ട്. ക്ലോപ്പായുടെയും മേരിയുടെയും മക്കളാണവർ. പരിശുദ്ധ സഹോദരിയായി ഈ മേരിയും കണക്കാക്കപ്പെടുന്നു. കർത്താവിൻ്റെ കുരിശിൻ ചുവട്ടിൽ ഈ മേരിയും ഉണ്ടായിരുന്നതായി സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നു. ആരാണ് എൻ്റെ അമ്മ? ആരാണ് എൻ്റെ സഹോദരന്മാരും സഹോദരിമാരും എന്ന് കർത്താവ് ഒരിക്കൽ ജനമധ്യേ വെച്ച് ചോദിക്കുന്നുണ്ടെങ്കിലും തൻ്റെ പ്രിയപ്പെട്ടവരുടെ തള്ളിപ്പറയലായിരുന്നില്ല അത്. യാക്കോബും യോഹന്നാനും യൂദായും ശിമയോനും ഒക്കെ ഈശോയുടെ കസിൻ ബ്രദേഴ്സായിരുന്നു. അതുപോലെ തനിക്ക് മുന്നോടിയായി വന്ന യോഹന്നാൻ മാംദാനായും. കർത്താവിൻ്റേത് തുടക്കത്തിൽ ഒരു കൊച്ചു ലോകമായിരുന്നു. തൻ്റെ ശിഷ്യന്മാരെ ഭൂമിയുടെ അതിർത്തികൾ വരെയും പരിധിയില്ലാത്ത ഒരു കാലയളവിലേക്ക്, അതായത് ലോകാവസാനം വരെയും അയച്ചുകൊണ്ടാണ് കർത്താവിൻ്റെ സഭ ഇന്ന് ഇത്ര വിശാലമായി വളർന്നിരിക്കുന്നത്. അങ്ങനെ അയക്കപ്പെട്ടവരിൽ ഒരുവനായിരുന്നു യൂദാ തദേവുസും. പന്തക്കുസ്ത തിരുനാളിന് ശേഷം പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാലുള്ള അഭിഷേകം സ്വീകരിച്ചാണ് അദ്ദേഹം ദീർഘമായ പ്രഘോഷണയാത്ര ആരംഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശിരസിൽ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്ന തീജ്വാല അതാണ് സൂചിപ്പിക്കുന്നത്. യൂദയ, സമരിയ, ഉദുമേയ, മെസപ്പൊട്ടോമിയ, ലിബിയ എന്നിവിടങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ സഹോദരൻ തീഷ്ണമതി എന്ന് വിശേഷിക്കപ്പെടുന്ന ശിമയോനോടൊപ്പം ക്രിസ്തു പ്രഘോഷണവുമായി പ്രാതികൂല്യങ്ങളെ മറികടന്ന് നീങ്ങിയത്, 20 രക്തസാക്ഷികളായത് എല്ലാം ഇവിടെ അനുസ്മരിക്കണം. AD 65 അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വമെന്ന് കരുതപ്പെടുന്നു. അത് പേർഷ്യയിൽ, അതായത് ഇന്നത്തെ ഇറാനിലാണ് നടന്നതെന്ന് പരമ്പരാഗതമായ വിശ്വാസമുണ്ട്. അവർ രണ്ടുപേരുടെയും തിരുനാളും ഒക്ടോബർ 28 സഭ ആഘോഷിക്കുന്നത്. വിശുദ്ധ യൂദാ തദേവുസിനെ യൂദാസ് കറിയാത്തായിൽ നിന്നും വേർപെടുത്തി കാണിക്കുവാനാണ് അദ്ദേഹത്തിന് തദേവുസ് എന്ന പേര് കൂട്ടിച്ചേർക്കപ്പെട്ടത്. ആ പേരിനർത്ഥം ധീരമായ ഹൃദയം,
കറേജിയസ് ഹാർട്ട് എന്നാണ്. ഹൃദയത്തിൻ്റെ ധൈര്യമെന്ന് പറയുന്നത് നിർഭയമായ സ്നേഹമാണ്. സ്നേഹം മരണത്തെ തന്നെ ഭയപ്പെടുന്നില്ല. കർത്താവിനോടുള്ള സ്നേഹം രക്ഷസാക്ഷിത്വം വരെ സ്വയം സമർപ്പണത്തിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രേക്ഷിതയാത്രയുടെ വഴി കടന്നുപോയ രാജ്യങ്ങളൊക്കെ പിന്നീട് ക്രിസ്തീയ രാജ്യങ്ങളായി. എന്നാൽ ഇന്ന് അവയെല്ലാം ഇസ്ലാമിക രാജ്യങ്ങളാണ്. സഭ ഇന്ന് അവിടെയെല്ലാം പീഡിപ്പിക്കപ്പെടുന്നു. പഴയതിലേക്കുള്ള തിരിച്ചുവരവ് അസാധ്യമാണെന്ന് തോന്നുന്ന രാജ്യങ്ങളിലൊക്കെ സഭയ്ക്ക് വീണ്ടും ക്രിസ്തു ചൈതന്യം പ്രഘോഷിക്കുവാൻ സാധിക്കണം. അസാധ്യമാണെന്ന് തോന്നുന്ന പുനരുജ്ജീവനത്തിൻ്റെ ഈ സ്വപ്നം സാധ്യമാകുവാൻ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ യൂദാ തദേവുസിൻ്റെ മാധ്യസ്ഥം അതുപോലെ തന്നെ ആത്മീയ സാന്നിധ്യം വഴിതെളിക്കുമെന്ന് പ്രത്യാശിക്കാം. ആ വലിയ മിഷണറിയെയാണ് ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്നത്. മിഷൻ ചൈതന്യം നമ്മുടെ ഇടയിലും വളരുവാൻ ഇടയാക്കണമെന്ന് അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാം ജീവിതത്തിൽ നിന്നും നമ്മുടെ സഭാ സമൂഹങ്ങളിൽ നിന്നും ക്രിസ്തുവിൻ്റെ ചൈതന്യം മങ്ങി മറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രകാശ സ്രോതസ്സിൽ നിന്നും നമ്മൾ അകലുമ്പോൾ പ്രകാശം മങ്ങി മങ്ങി അന്ധകാരത്തിൽ അലിഞ്ഞു ചേർന്ന് അപ്രത്യക്ഷമാകുന്നതുപോലെ നമ്മിലെ വിശ്വാസവും മങ്ങി മറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മിൽ വിശ്വാസം ഉണർത്തുവാൻ എത്ര പാടാണ്. ക്രിസ്തുനാഥനും നമുക്കുമിടയിലുള്ള അകലം കൂടിക്കൂടി വരുന്നില്ലേ? അങ്ങനെ പ്രകാശം നമ്മിലെത്തുവാൻ എത്ര പ്രകാശവർഷങ്ങൾ തന്നെ വിശ്വാസത്തിന് ഇനിയും യാത്ര ചെയ്യേണ്ടി വരും. നമ്മുടെ വിശ്വാസ ദർശനം അനീഭവിക്കുമ്പോൾ ജീവിതത്തിൽ പലതും അസാധ്യമാണെന്ന് നമ്മൾ കരുതി തുടങ്ങും. രോഗം, സാമ്പത്തിക പരാധീനത, അനൈക്യം, യുദ്ധവും യുദ്ധസമാനമായ സംഘർഷങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തെ ആകുലതയുടെ ആഴിക്കടലിൽ ആഴ്ത്തുന്നു. ഇവിടെ വിശുദ്ധ യൂദാ തദേവൂസിനെ നമ്മൾ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായി കണ്ട് സമീപിക്കണം. അപ്പോൾ അദ്ദേഹം നമുക്ക് ശക്തനായ മധ്യസ്ഥനായിരിക്കും. ഏതെല്ലാം വസന്തങ്ങളെക്കുറിച്ചാണ്, ഏതെല്ലാം ശൂന്യവൽക്കരിക്കപ്പെട്ട സ്വപ്നങ്ങളെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ഇന്ന് നമ്മൾ വിശുദ്ധൻ്റെ രൂപത്തിനു മുമ്പിൽ തിരികെത്തിക്കുകയാണെങ്കിൽ അവയെല്ലാം വിശ്വാസത്തിൽ കത്തിജ്വലിക്കുന്ന ഹൃദയത്തോടെ ആയിരിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളെ ആകമാനം ഉലയ്ക്കുന്ന തീരാരോഗങ്ങളാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നതും മരണകാരണം ആകുന്നതുമായ രോഗാവസ്ഥയാണ്. അവ നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നു, സമ്പാദ്യത്തെ കാർന്നു തിന്നുന്നു, പ്രത്യാശയെ കവർന്നെടുക്കുന്നു, എല്ലാം അസാധ്യമായിത്തീരുന്നു. എല്ലാം കൈവിട്ടു പോകുന്നു എന്ന മാനസികാവസ്ഥയിൽ നമ്മൾ ഈ വലിയ വിശുദ്ധനെ, അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനെ സമീപിക്കണം. അവിടുന്ന് നമുക്ക് തുണയായിരിക്കും. വിശുദ്ധൻ്റെ ജീവിതവുമായും കർത്താവ് ഈശോയുടെ ജീവിതവുമായും ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥയുണ്ട്. കർത്താവ് ഈ ലോകത്തോട് വിട പറയുന്നതിന് തൊട്ടു മുമ്പാണ് അത് സംഭവിച്ചത്. എദേസായിലെ രാജാവ് അബ്ഗാറിന് ഒരു തീരാവ്യാധിയുണ്ടായി. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടപ്പോൾ വന്നു തന്നെ സുഖപ്പെടുത്തണമേ എന്ന് ഈശോയോട് അപേക്ഷിച്ചുകൊണ്ട് ഒരു ദൂതനെ അവിടുത്തെ പക്കലേക്ക് അയച്ചു. കർത്താവ് ഈശോയ്ക്ക് ഈ ലോകത്തോട് വിട പറയുവാനുള്ള സമയമെടുത്തതുകൊണ്ട് തൻ്റെ ശിഷ്യന്മാരിൽ ഒരാൾ പിന്നീട് തനിക്ക് വേണ്ടി രാജാവിനെ സന്ദർശിക്കുമെന്ന് പറഞ്ഞ് കർത്താവ് തൻ്റെ ദൂതനെ തിരിച്ചയച്ചു. ഒരു തൂവാല തൻ്റെ മുഖത്ത് പതിച്ച് തൻ്റെ അദൃശ്യ സാന്നിധ്യം അതിൽ പകർത്തി രാജാവിന് കൊടുക്കുവാൻ ദൂതനെ ഏൽപ്പിച്ചു. അദ്ദേഹത്തിന് കൊടുത്ത പ്രത്യാശയുടെ അടയാളമായിരുന്നു അത്. കർത്താവിൻ്റെ മരണത്തിനും ഉത്ഥാനത്തിനും സ്വർഗാരോഹണത്തിനും ശേഷം യൂദാസ്ലീഹ കർത്താവിൻ്റെ മുഖച്ഛായ പതിച്ച ഒരു വലിയ മെഡൽ മാന്തിലിയോൺ രാജാവിനെ സന്ദർശിച്ച് അദ്ദേഹത്തിന് കൊടുത്തു. അതിൽ നോക്കിയപ്പോൾ രാജാവ് തൽക്ഷണം സുഖപ്പെട്ടു എന്നാണ് പരമ്പരാഗതമായ വിശ്വാസം. ഈ പാരമ്പര്യം ഡോക്ട്രിൻ ഓഫ് ആദായ്, ആക്ട്സ് ഓഫ് തദേവൂസ് എന്നീ അപ്പോക്രിഫൽ ലെജൻഡിൻ്റെ ഭാഗമാണ്. മാനസാന്തരപ്പെട്ട രാജാവിനോടൊപ്പം വളരെ പേർ ക്രിസ്ത്യാനികളായി. അവരുടെ പിന്തുടർച്ചക്കാരായിരുന്നു എദേസായിലെ സഭ. കർത്താവിൻ്റെ ഈ രൂപം പതിച്ച മന്ദിലിയോൺ യൂദാ തദേവുസിനെ തിരിച്ചറിയുവാനുള്ള മറ്റൊരു പ്രതീകം കൂടെയാണ്. നമ്മിലെല്ലാം പതിയേണ്ടത് കർത്താവിൻ്റെ മുഖച്ഛായയാണ്. അത് നമ്മിൽ പതിഞ്ഞാൽ അത് നമ്മുടെ രക്ഷയുടെ അടയാളമായി തീരും. യൂദാസ്ലീഹ കർത്താവിൻ്റെ മുഖച്ഛായ പതിഞ്ഞ മന്ദിലിയോൺ കാണിച്ചപ്പോഴാണ് രാജാവ് സുഖപ്പെട്ടത്. കർത്താവിൻ്റെ ദർശനത്തിലൂടെയും സ്പർശനത്തിലൂടെയുമാണ് നമ്മൾ സൗഖ്യം പ്രാപിക്കുന്നത്.
കർത്താവിൻ്റെ മുഖഛായ തന്നിൽ പതിഞ്ഞത് ഇന്നും യൂദാശ്ലീഹ നമുക്ക് കാണിച്ചു തരുന്നു. അങ്ങനെയൊരു ദർശനമാണ് അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടത്. ഈ വലിയ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഇങ്ങനെയൊരു അടുപ്പം വിശുദ്ധനോട് നമുക്കുണ്ടാകണം. അത് അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. വിശുദ്ധർ തങ്ങളുടെ ഐഹിക ജീവിതത്തിന് ശേഷം തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുന്നത് പലപ്പോഴും പ്രതീകങ്ങളിലൂടെയാണ്. അവയിൽപ്പെടുന്നവയാണ് അവരുടെ സ്പർശന മുദ്ര പതിക്കപ്പെട്ടിട്ടുള്ള വസ്തുക്കളും അവരുടെ ഭൗതിക ശരീരം തന്നെയും. വിശുദ്ധ തദേവൂസിൻ്റെ തിരുശേഷിപ്പുകൾ റോമിലേക്കാണ് കൊണ്ടുവരപ്പെട്ടിട്ടുള്ളത്. പത്രോസിൻ്റെ ബസലിക്കായിൽ വിശുദ്ധ യൗസേപ്പ് പിതാവിന് സമർപ്പിച്ചിരിക്കുന്ന ആൾത്താരയ്ക്ക് അടിയിലാണ് അവ വണക്കത്തിന് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഈ വലിയ വിശുദ്ധൻ്റെ പേരിലുള്ള വളരെ പഴക്കമുള്ള തീർത്ഥാടനങ്ങളിൽ ഒന്നിലാണ് കേരളത്തിൽ തന്നെയുള്ള അങ്കമാലിക്കടുത്തുള്ള യൂദാപുരത്തുള്ളത്. 1954 സ്ഥാപിക്കപ്പെട്ടത്. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ തീർത്ഥാടന കേന്ദ്രമാണത്. അക്കൊല്ലം തന്നെയാണ്, അതായത് 1954 ഫിലിപ്പൈൻസിലുള്ള മനിലായിൽ ഇതുപോലൊരു തീർത്ഥകേന്ദ്രം ആരംഭിച്ചത്. ഒരു വിശുദ്ധനെ നമ്മൾ വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ കാണുമ്പോൾ സ്ഥലകാല വിദൂരത ഒരു തടസ്സമല്ല. അവർ നമുക്ക് അടുത്താകുന്നത് വിശ്വാസത്തിലൂടെയാണ്. സമയം കടന്നു പോകുന്നതനുസരിച്ച് നമ്മുടെ ഓർമ്മകൾ കൂടുതൽ ദീപ്തമാകണമല്ലോ. അങ്ങനെയാണല്ലോ നമ്മൾ കർത്താവീശോയെ അനുസ്മരിക്കുമ്പോൾ സംഭവിക്കുന്നത്. ഏറ്റവും വലിയ അനുസ്മരണ ശുശ്രൂഷ വിശുദ്ധ കുർബാന തന്നെയാണല്ലോ. എത്രമാത്രം അടുപ്പമാണ് നമുക്ക് അതുവഴി കർത്താവുമായി ഉണ്ടാകുന്നത്. അതിനോട് അടുത്തു വരുന്നതാണ് വിശുദ്ധരുടെ അനുസ്മരണവും, പ്രത്യേകിച്ച് പരിശുദ്ധ കന്യകാമാതാവിൻ്റെയും യൗസേപ്പ് പിതാവിൻ്റെയും ഒക്കെ അനുസ്മരണം. ഈ അടുപ്പം വിശുദ്ധനുമായി നമുക്ക് ഇന്ന് അനുഭവിക്കുവാൻ പരിശ്രമിക്കാം. ഇനി നമ്മൾ വിശുദ്ധ യൂദാ തദേവൂസിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മെ മുഴുവൻ, നമ്മുടെ കുടുംബങ്ങളെയും ഇടവകകളെയും അതിനും അപ്പുറത്തുള്ള കൂട്ടായ്മകളെയും ഉൾപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. ഇവിടെ ആഴമായ ഒരു ബന്ധം വിശുദ്ധനുമായി ഉണ്ടായാൽ മാത്രമേ ഈ തിരുനാളാഘോഷത്തിന് അർത്ഥമുണ്ടാകുകയുള്ളൂ. പരസ്പരം ഉള്ളിലാക്കുന്നതുമാണ് അനുസ്മരണം. അനുസ്മരണത്തിലൂടെ പരസ്പരം നമ്മൾ ആന്തരികതയിൽ ഐക്യപ്പെടും. അപ്പോഴാണ് വിശുദ്ധ അപ്പസ്തോലൻ അസാധ്യമെന്ന് തോന്നുന്ന നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത്. ഈ ബോധ്യത്തോടെ നമ്മുടെ ആവശ്യങ്ങളെയും അപര്യാപ്തകളെയും ഈ വലിയ വിശുദ്ധൻ്റെ മുമ്പിൽ വയ്ക്കാം. അവസാനമായി ഒരു ഉൾക്കാഴ്ചയിലേക്ക് നിങ്ങളെ ഏവരെയും ക്ഷണിക്കുന്നു. നമ്മുടെ കടന്നുപോയ പ്രിയപ്പെട്ടവരുമായി നമുക്ക് അനുസ്മരണത്തിലൂടെ സംഭാഷിക്കുവാൻ സാധിക്കുന്നുണ്ടോ? സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിന് സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഭാഷയും നമുക്ക് ആവശ്യമില്ല. അവരുമായുള്ള സംഭാഷണം ഒരു ദർശനമായിരിക്കും. അതൊരു സാന്നിധ്യാനുഭവമായിരിക്കും. അതിൽ ആഴമായ ഒരു സ്പർശനാനുഭവമുണ്ടായിരിക്കും. ഭാഷയൊന്നും പഠിച്ചു തുടങ്ങാത്ത ഒരു ശിശു അമ്മയോടും അപ്പനോടും സംഭാഷിക്കുന്നത് പോലെ, മറ്റുള്ളവരുമായി പ്രതികരിക്കുന്നത് പോലെ, അങ്ങനെ ആയിരിക്കും നമ്മൾ സ്നേഹിക്കുന്നത്. നമ്മിൽ നിന്നും കടന്നുപോയവരെ അനുസ്മരിക്കുമ്പോൾ നമുക്ക് സാധിക്കുന്നത്. അവർ പറഞ്ഞതും ചെയ്തതുമായ കാര്യങ്ങൾക്കും അപ്പുറം അവരുടെ സാന്നിധ്യാനുഭവമായിരിക്കും അവരുമായുള്ള സംഭാഷണം. അവരിൽ നിന്ന് നമ്മയുടെ നന്മയുടെ ഒരു റേഡിയേഷൻ, പ്രകാശകിരണങ്ങൾ നമ്മിലേക്ക് കടന്നു വരും. അപ്പോഴാണ് അനുസ്മരണത്തിലൂടെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ഈ വിധത്തിലുള്ള ഒരു സാന്നിധ്യാനുഭവം വിശുദ്ധ യൂദാ തദേവൂസിൽ നിന്നും ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ, അനുഗ്രഹങ്ങൾ ഏവർക്കും ആശംസിക്കുന്നു. ഫാദർ ജെയിംസ് പുറത്തയിൽ, CST.